എങ്ങനെ ഫുഡ് കോസ്റ്റ് കൺട്രോൾ ചെയ്ത് ഒരു റെസ്റ്റോറൻറ്റ് എങ്ങനെ ലാഭത്തിലേക്ക് കൊണ്ടുവരാം എന്നതിനെ പറ്റിയുള്ള കുറച്ച് ഒരു പോയിന്റ്സുകളാണ് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒന്നാമതായി നമുക്ക് കൃത്യമായ ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എത്രത്തോളം നമ്മൾ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു അതിനനുസരിച്ച് മാത്രം നമ്മൾ അടുത്തൊരു പർച്ചേസ് ചെയ്യുക. വേസ്റ്റേജ് കൺട്രോൾ ചെയ്യുക. വേസ്റ്റേജ് കൺട്രോൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലും സാധനം കട്ട് ചെയ്യുകയാണ്, അനാവശ്യമായി അതിൽ നിന്നും വേസ്റ്റേജ് പോകാതെ ആ വേസ്റ്റ് പോകുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം വെജിറ്റബിൾസിന്റെ സ്കിന്നായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. എത്രത്തോളം ഫുഡ് വേണം അത്രയും മാത്രം നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുക. അനാവശ്യമായ ഒരു ബൾക്ക് പ്രൊഡക്ഷൻ ചെയ്ത് അതും വേസ്റ്റേജ് ആക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. മെനു പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ഡിഷ് നിങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തുക, അതിന് എത്രത്തോളം ചിലവ് വരുന്നെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ എന്ത് ഡിഷാണ് വേണ്ടത്, അതിന്റെ മാർക്കറ്റിൽ എന്താണ് അതിന് വിലയുള്ളത്, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എപ്പോഴും നമ്മളൊരു മെനു പ്ലാനിങ് ചെയ്യേണ്ടത്. ഡിഷാണോ അതിന് കറക്റ്റ് ഒരു അളവ് ഉണ്ടാക്കുക. അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു അളവ് രീതി കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ ഫുഡ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് സാധനങ്ങൾ ഇടുന്ന സപ്ലയർമാരുണ്ട്, അപ്പോൾ അവരുമായിട്ട് നല്ലൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കുക. കാരണം എത്രയൊക്കെ സാധനങ്ങൾ നമുക്ക് എത്രയൊക്കെ കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ കുറഞ്ഞ വിലയിൽ നമുക്ക് അതിനെ വാങ്ങിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ വാങ്ങിച്ചെടുത്ത് അവരുമായി നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുക. റെസിപ്പി എപ്പോഴും സ്റ്റാൻഡേർഡ് ആക്കുക. റെസിപ്പി സ്റ്റാൻഡേർഡ് ആക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അത് എപ്പോഴും ആ ഒരു രീതി തന്നെ എല്ലാവരും ഫോളോ ചെയ്ത് പോകുക. അവരുടെ എപ്പോഴും പറഞ്ഞു കൊടുക്കുക നമുക്ക് ഫുഡ് കോസ്റ്റ് കൂടുതലാണ്, അത് മാക്സിമം കൺട്രോൾ ചെയ്യണം. അപ്പം എടുക്കുന്ന സാധനങ്ങൾ മാക്സിമം നിങ്ങൾ വേസ്റ്റ് ആക്കാതെ ഉപയോഗിക്കണം എന്നൊക്കെ ഒരു അവലോകനം അവർക്ക് കൊടുക്കുക. എപ്പോഴും സിസ്റ്റം ഉണ്ടായിരിക്കണം. ആ സിസ്റ്റത്തിൽ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ വാങ്ങിക്കുന്നത്, ഇതെല്ലാം കറക്റ്റായിട്ട് ഇൻവെന്ററി ചെയ്തു പോകണം.